ഹായ് കൂട്ടുകാരെ, കുഞ്ഞുമോൾ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ദേ നമ്മളിന്ന് സൺഡേ ആയിട്ട് ഒന്നൊരു സ്ഥലം വരെ പോകാമെന്ന് വിചാരിച്ചിട്ടിരിക്കുകയായിരുന്നു. കുറേ ദിവസമായിട്ട് പോകാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അവിടെ തിരക്കായ കാരണം പോകാണ്ടിരിക്കുക. അവിടെ തിരക്കൊഴിഞ്ഞിട്ടുള്ളൊരു നേരം ഇല്ല, ഒരു സമയം ഇല്ല എന്ന് പറഞ്ഞ പോലെയാണ് കേട്ടോ. അപ്പോൾ ദേ നമ്മുടെ താഴത്തെ മാങ്ങയൊക്കെ പഴുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനതൊക്കെ വേഗം പൊട്ടിച്ച് കവറിലാക്കിയിട്ട് അപ്പോൾ ദേ ഓരോരുത്തർ ഡ്രസ്സ് മാറിക്കൊണ്ടിരിക്കുകയാണ്. കുഞ്ഞുമോളും അച്ഛനും ഞാനും ഇനിയുള്ളൂ കേട്ടോ. മൂത്താളില്ല. മൂത്താൾ എല്ലാവരും ഒഴിവ് നോക്കി നമുക്ക് അവിടേക്ക് എത്താനും പറ്റില്ല. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ തറവാട്ടിൽ നിന്ന് അച്ഛനും അമ്മയും ഉണ്ട് കേട്ടോ. അപ്പോൾ അതേ നമുക്ക് അച്ഛനും അമ്മയും എടുത്തിട്ട് വേണം പോകാൻ. അപ്പോൾ അതേ ഒരുവിധം എല്ലാവരും ഡ്രസ്സ് മാറിയിട്ടുണ്ട്. അപ്പോൾ അതേ ചേട്ടൻ വണ്ടി ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അച്ഛനും അമ്മയും എടുക്കാൻ പോയിട്ട് വേണം നമുക്ക് അവിടേക്ക് പോകാം കേട്ടോ. അപ്പോൾ അത് അച്ഛനും അമ്മേനെ എടുക്കാൻ വേണ്ടി നമ്മൾ പോവാണ് തറവാട്ടിലേക്ക്. അതാ കുഞ്ഞുമോൾ നമ്മുടെ കൂടെ കയറിയില്ല കേട്ടോ. അച്ഛനും അമ്മേനെയും എടുത്തിട്ട് ഈ വഴിക്ക് തന്നെ വരിക. അപ്പോൾ കയറാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടിയിട്ട് ഇതേ അച്ഛനും അമ്മേനെയും എടുക്കാൻ പോവുകയാണ്. അപ്പോൾ തിരിച്ച് വരുമ്പോൾ ഇതിൽ തന്നെ വന്ന് അവൾക്ക് എടുക്കാമല്ലോ. അപ്പോൾ നമ്മുടെ തറവാട് എത്തിയിട്ടുണ്ട്. അവിടെ എത്തിയപ്പോൾ അച്ഛനും അമ്മയും വേഗം ഡ്രസ്സ് മാറി നമ്മൾ വേഗം തന്നെ ഒട്ടും താമസിക്കാതെ വേഗം പോകുന്നു കേട്ടോ. അപ്പോൾ നല്ല വെയിലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ മുന്നിൽ ഇതേ ഒരാൾ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇതേ കക്കാട്ടേക്കാണ് കേട്ടോ പോയത്. കക്കാട്ടെ ഒരു ഗണപതി ക്ഷേത്രത്തിൽ പോയി വേഗം തന്നെ അവിടെ തൊഴുതിറങ്ങി. പിന്നെ നമ്മൾ ഇതേ പോയത് ഗുരുവായൂർക്കാണ് കേട്ടോ. അപ്പോൾ ഇതേ ഞാൻ ആ മാങ്ങയൊക്കെ എടുത്തത് നമ്മുടെ ഗുരുവായൂരപ്പൻ്റെ അവിടെ കൊടുക്കാനാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ദിവസമായി ഞാൻ വിചാരിക്കുന്നു പഴുത്ത് പോണതിന് മുന്നേ അത് വേഗം അവിടെ എത്തിക്കണം എന്ന് വിചാരിച്ചിരുന്നു. അപ്പോൾ നല്ല തിരക്ക് എന്ന് പറഞ്ഞാൽ നല്ല തിരക്കായിരുന്നു കേട്ടോ. സൺഡേ പറഞ്ഞിട്ട് നമുക്ക് പാർക്ക് ചെയ്യാനും കൂടിയും സ്ഥലം കിട്ടിയില്ല കേട്ടോ. എന്നിട്ട് നമ്മൾ ദേവസ്വത്തിൻ്റെ താഴത്തുള്ള പാർക്കിൽ അവിടെ ഗ്രൗണ്ടിലാണ് ഇട്ടിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ അത്രയും തിരക്കെന്ന് പറഞ്ഞാൽ അത്രയും കല്യാണത്തിൻ്റെ തിരക്കായിരുന്നു. കടക്കാൻ പറ്റുന്നില്ല, ഉള്ളിലേക്ക് ചുറ്റമ്പലത്തേക്ക് പോലും ഞങ്ങൾക്ക് കടക്കാൻ പറ്റില്ല, അത്രയും തിരക്കായിരുന്നു. അപ്പോൾ നമ്മൾ എന്തായാലും ഈ കൊണ്ടുപോയി സാധനം നമ്മളിതേ ഇവിടെ അതേ മുന്നിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അത് വിചാരിച്ചിട്ടായിരുന്നു അവിടേക്ക് എത്തിക്കണം എന്നുള്ളൊരു ഇത് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ ഉത്സവ സമയത്ത് പോകണം എന്നാണ് വിചാരിച്ചത്. പക്ഷേ ആ സമയത്ത് നമുക്ക് ഒഴിവ് കിട്ടിയിട്ടില്ല. അപ്പോൾ ഞാൻ ദേ വിചാരിച്ച സാധനം നമ്മുടെ എത്തിച്ചിട്ടുണ്ട്. നിറച്ച് സാധനങ്ങളാട്ടോ, നിറയെ സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ എന്തെല്ലാം സാധനങ്ങളാണെന്ന് അറിയാം. അവിടെ നമ്മൾ ഭഗവാനെ അവർ കൊടുന്ന് വെച്ചിട്ടുള്ളത്. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വേഗം തൊഴുത് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. പിന്നെ അവിടെ പോയപ്പോൾ അധികം വീഡിയോസ് നമുക്ക് അങ്ങനെ ഒന്നും എടുക്കാൻ പറ്റില്ലല്ലോ. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇതേ അച്ഛനും അച്ചാച്ചനും അവരവിടെ കുറച്ച് നേരം ഇരുന്നു. ഞങ്ങൾ പായസം മേടിക്കാൻ, മുഖത്തൊക്കെ നല്ല ക്ഷീണം വന്നു കേട്ടോ കുഞ്ഞുമോൾക്ക്. അപ്പോൾ ഞാനും ചേട്ടനും പായസം മേടിക്കണം എന്ന് വെച്ചിട്ട് അവിടേക്ക് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുഞ്ഞുമോളുടെ കയ്യിൽ ഫോൺ ഉണ്ടായിരുന്നു. അപ്പോൾ അവൾ കുറച്ച് വീഡിയോസൊക്കെ ഇങ്ങനെ എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ രണ്ടാളും ഇപ്പോൾ പായസം മേടിക്കാതിരിക്കുന്നത്. അച്ഛമ്മയ്ക്കൊക്കെ നല്ല ക്ഷീണമായിട്ടോ. പായസം വാങ്ങിക്കാൻ ഒരു 2 മണിക്കൂർ ഞങ്ങൾ വരി നിന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഭക്ഷണം കഴിക്കാമെന്ന് വെച്ചിട്ട് അവിടെയും ചെന്നപ്പോഴും വരി തന്നെ. അങ്ങനെ ഞങ്ങൾ വരിയൊക്കെ നിന്ന് ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് പെട്ടെന്ന് തന്നെ വേഗം പുറത്തേക്ക് ഇറങ്ങി. അത് കഴിഞ്ഞിട്ട് നമ്മളിതേ നേരെ നമ്മൾ എത്തിയിട്ടുള്ളത് നമ്മുടെ പ്രിയങ്കയിലേക്കാട്ടോ. അവിടെ ചെന്ന് സാധനങ്ങളൊന്നും മേടിച്ചില്ല, നമ്മളെപ്പോഴും പോണതല്ലേ. അപ്പോൾ നമ്മളതൊക്കെ അവിടെ നിന്ന് അത്യാവശ്യം മേടിച്ചത്. ഞാനൊരു മോതിരമൊക്കെ മേടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വണ്ടി എടുക്കാൻ വേഗം പോകുന്നു. അച്ഛനും ഇത്രയും ദൂരം നടക്കണ്ട വെച്ചിട്ട് ഞാനും ചേട്ടനും വേഗം പോയി വണ്ടി എടുത്തിട്ട് വന്നു കേട്ടോ. അവരുടെ വെയിറ്റ് ചെയ്തു. പിന്നെ അതിൻ്റെ അടുത്ത് നമ്മുടെ അമ്പലത്തിൻ്റെ അടുത്ത് തന്നെ ചേട്ടൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീടുണ്ട് കേട്ടോ. അവിടെയും കൂടി ഒന്ന് പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവരെന്നെയും കൂടി കയറ്റി നമ്മൾ ചേട്ടൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയി. അവിടെ നമ്മൾ പെട്ടെന്ന് തന്നെ ഇറങ്ങിയിട്ട് അപ്പോൾ അമ്മയ്ക്കൊക്കെ നല്ല തലവേദന എടുക്കണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വരുന്ന വഴിക്ക് നമ്മൾ ഒരു ചായപ്പീടിയ കണ്ടപ്പോൾ അവിടെ നിന്ന് ചായ കുടിക്കാമെന്ന് വെച്ചിട്ട് അപ്പോൾ ഞങ്ങൾ ഒരേ ചായ കുടിച്ചു. നല്ല എന്തായാലും ഒരു 3:30-4 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളൊന്ന് ചായ കുടിച്ചിട്ട് നല്ല ചൂടുള്ള സ്ട്രോങ് ചായയാണ് കേട്ടോ കുടിച്ചത്. ഒപ്പം തന്നെ ഞാനൊരു ഉഴുന്നുവടയും കഴിച്ചു കേട്ടോ. നല്ല ടേസ്റ്റായിരുന്നു. തലവേദനയും അതൊക്കെ ചായയും ഉഴുന്നുവടയൊക്കെ കുടിച്ചപ്പോൾ പമ്പ കിടന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള ക്രിസ്പി ആയിട്ടുള്ള ഉഴുന്നുവടയായിരുന്നു കേട്ടോ. അതൊക്കെ കഴിച്ച് ഞങ്ങളിത് വേഗം തന്നെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. വീട്ടിലെത്തി ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ചേട്ടൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് വേറൊരു ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോകണമെന്ന് വെച്ചു. അപ്പോൾ ഞങ്ങൾ വേഗം തന്നെ അവിടേക്ക് പോകാമെന്ന് വെച്ചു. അപ്പോൾ വേറൊരു കൂട്ടുകാരനും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ പോയി അവരുടെ വീട്ടിലേക്ക് പോകുമ്പോഴേക്കും നമ്മൾ കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങാമെന്ന് വെച്ചു. ഇതേ ഫ്രൂട്ട്സൊക്കെ വാങ്ങി നമ്മളിതേ വേഗം തന്നെ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നു കേട്ടോ. അതിനിടയിൽ വീട്ടിലേക്കൊക്കെ പോയി പിന്നെ തീരെ വയ്യ, നല്ല തലവേദന എടുത്തതേ. ഞാൻ ഇന്നിപ്പോൾ ഇന്നിപ്പോൾ കുറേ വീഡിയോസൊക്കെ മിസ്സായി പോയിട്ടുണ്ട്, എടുക്കാൻ പറ്റിയില്ല. വീട്ടിലെത്തുമ്പോൾ രാത്രിയായിട്ട്. അപ്പം ഇത്രയ്ക്കുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ. അടുത്തൊരു ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. ടാറ്റ ബൈ ബൈ.